ദൈവം തരുന്നത് അതിന് കണക്കില്ല. കൂടുതലും വേദപുസ്തകം നമ്മോട് പറയുന്നത് പ്രതിഫലമാണ്. പ്രാർത്ഥിച്ച പ്രതിഫലമുണ്ട്, ഉപവസിച്ച പ്രതിഫലമുണ്ട്, ദാനം കൊടുത്ത പ്രതിഫലമുണ്ട്, ദശാംശം കൊടുത്ത പ്രതിഫലമുണ്ട്, ഇവിടെ വന്നിരുന്ന് നല്ല സ്തോത്രം പറഞ്ഞ പ്രതിഫലമുണ്ട്. ഇതിന്ന് കേട്ടോളണം, ഇവിടെ വന്ന് ചുമ്മാ ഇരുന്നിട്ട് പോയ ഒന്നും കിട്ടിയല്ല. ഒരു സ്തോത്രം നന്നായി പറഞ്ഞാൽ അതിന് സ്തോത്രം എണ്ണി കൂലി തരികയല്ല. പിന്നെ എന്താണ് ഹല്ലേലൂയ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പുറകെ നടന്ന് ഇൻകിലാബ് വിളിച്ച ഓരോ ഇൻകിലാബിനാ കാശ് തരുന്നത്. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന് സ്തോത്രം ചെയ്താൽ അതിന് കൂലിയല്ല തരുന്നത്, പ്രതിഫലമാണ്. നീ ദൈവത്തിന്റെ സന്നിധിയിൽ ജീവിച്ചത് ദൈവത്തിന് പ്രസാദം തോന്നിയാൽ എന്താ അവൻ തരാൻ പോകുന്നതെന്ന് അറിയാല. അപ്പൊ എന്ത് ചെയ്താലും നന്നായി ചെയ്തേക്കണം. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ ഓർത്ത് നോക്കിയാൽ അപ്പൊ ഈ വണ്ടി ഓടിക്കുന്ന ആളത്തിന് ഉദാഹരണം പറയാം. ആ മനുഷ്യന്റെ മനസ്സറിഞ്ഞു പോകണം. മനസ്സിലായോ? സ്തോത്രം. വയസ്സരായിരിക്കുന്ന മനുഷ്യനെ പറയാൻ കൊള്ളാവുന്ന ഉദാഹരണം അറിയില്ല. കുറച്ചുകൂടി പറയട്ടെ, മോനെ എവിടെയെങ്കിലും നിർത്തുന്ന മൂത്രം ഒഴിക്കണം എന്ന് അയാൾ പറഞ്ഞിരിക്കട്ടെ. ഇവൻ കത്തിച്ച് വിടുക, വണ്ണെന്ന് വെണ്ണിക്കുളത്ത് അവർക്കെങ്കിൽ മിക്കവാറും നിനക്ക് കിട്ടും. കാരണം ആ മനുഷ്യൻ വയസ്സന് അവൻ പറയാം ദാഹിക്കുന്നുണ്ടോ, ഒരു നാരങ്ങ വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞു. പറയുമ്പോഴൊക്കെ മൂളും, പക്ഷെ വണ്ടി നിർത്തിയാല. അവന് മിക്കവാറും 500 രൂപ കിട്ടാനേ സാധ്യതയുള്ളൂ. പക്ഷെ ഈ ആളുമായിട്ടൊരു അറ്റാച്ച്ഡ് ആണെങ്കിൽ ഒരു കാര്യം പറയാം, സ്തോത്രം, അതിനാ പ്രതിഫലം എന്ന് പറയുന്നത്. ഇവിടെ വന്ന് ദൈവത്തിന്റെ സന്നിധാനത്തിൽ ഇരിക്കുമ്പോൾ ആ കണക്ക് പറഞ്ഞ് 3 സ്തോത്രം പറഞ്ഞത് കൊണ്ടോ പാട്ട് പാടിയപ്പോ കൈയടിച്ചത് കൊണ്ടല്ല. ഇവിടെ ഇരിക്കുമ്പോൾ സ്വർഗം ഇടപെടുമ്പോൾ അറിഞ്ഞോണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇതിനെല്ലാം പ്രതിഫലമുണ്ട്. അത് ആരുടെ കണക്ക് നോക്കിയിട്ടല്ല. ഹല്ലേലൂയ. ദൈവമാണ് തീരുമാനിക്കുന്നത്. നീ കുറച്ചു നാള് ദൈവത്തിന് വേണ്ടി നിന്നു, നീ ഒറ്റയ്ക്ക് നിന്നു. യോസേപ്പിനെ പോലെ, നമ്മൾ യോസേപ്പിനെ അല്ലേ പറയുന്നത്, യോസേപ്പിനെ പോലെ, ഹല്ലേലൂയ, യോസേപ്പിനെ പോലെ ആരും അറിയാതെ ഏകാഗിയായി കുറെ നാള് നിനക്ക് ഒറ്റപ്പെടേണ്ടി വന്നു. കൂട്ടുകാരും കണ്ടില്ല, സ്വന്തക്കാര് നിന്നെ ഒറ്റക്കൊടുത്തു. ചേട്ടന്മാര് നിന്നോട് അമർഷം കാണിച്ചു, അവരാരും നിനക്ക് കൈത്താങ്ങൾ തന്നില്ല. നീ ഏതോ അന്യദേശത്ത് പോയി താമസിക്കേണ്ടി വന്നു. ഈ ചേട്ടന്മാര് കാരണം 10 പേരെന്റെ പാത്രം കഴുകേണ്ടി വന്നു, അവിടുത്തെ കുറ്റവാളിയാകേണ്ടി വന്നു, അവിടെ തുണി കഴുകേണ്ടി വന്നു, ജയിലിൽ പോയി കിടക്കേണ്ടി വന്നു. ഇതൊക്കെ സംഭവിച്ചെങ്കിലും ഒരു കാര്യം മറക്കരുത്, അവിടെ ഒന്നും പെറുപെറുക്കാതിരുന്നത് കൊണ്ട് ചേട്ടന്മാർക്ക് കിട്ടാത്ത ഓഹരിക്കപ്പുറം, അങ്ങനെയല്ലേ വാക്യം, ഹല്ലേലൂയ, അവർക്കെല്ലാം ഓഹരിയുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ, അവർക്കെല്ലാം ഓഹരിയുണ്ട്. പക്ഷെ ഓഹരിയിൽ കവിഞ്ഞൊന്ന് നിനക്കുണ്ട്. ഇന്ന് പകൽക്കാലം 5 വർഷം ദൈവസന്നിധിയിൽ ഇരുന്നാൽ അതിനൊരു ഓഹരിയുണ്ട് നിശ്ചയമായും. എന്നാൽ ഇന്ന് പകരം ഞാൻ പറയാം, നീ ദൈവത്തെ വിളിച്ചതിന്, കർത്താവിന് വേണ്ടി നിന്നതിന്, ഒറ്റപ്പെട്ടതിന്, ആദ്യ ഫലമായി ഇറങ്ങി തിരിച്ചതിന്, ആരോടും പരാതിയില്ലാതെ ദൈവത്തിന് വേണ്ടി നിന്നതിന്, ആരോടോ ദൈവം പറയുന്നു, നിനക്ക് എല്ലാവരുടെയും കൂടെ ഓഹരിയല്ല, അതിൽ കവിഞ്ഞതെന്തോ. വിശ്വസിച്ചുകൊണ്ട് നന്ദി പറ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എൻ്റെ ഭാവനയെ കാണുകയാണ്. നിങ്ങൾ സ്തോത്രം പറഞ്ഞ് സ്തുതിക്കുന്ന കൂടെ ഭാവനയെ കാണുകയാ. യാക്കോബ് പറയാന്നിരിക്കട്ടെ, സോറി, യോസേപ്പ് പറയാന്നിരിക്കട്ടെ, അപ്പച്ചാ സ്തോത്രം, ഞാൻ ഇവിടെ വന്ന് ഈ രാജ്യം ഇപ്പൊ എൻ്റെ കയ്യിലാണ്. ഞാൻ താമസിക്കുന്ന ഈ കൊട്ടാരം കണ്ടോ, ഇത് 2ാമത്തെ കൊട്ടാരമാണ്. എൻ്റെ രഥം കണ്ടോ, ഇത്രയും എനിക്കാകെ 2 പിള്ളേരേ ഉള്ളൂ. ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉള്ള എനിക്ക് ഇനി കനാനിൽ ഭൂമിയൊന്നും വേണ്ട. മനഞ്ചരി ഒരു കാര്യം ചെയ്യും, രൂപേന് കൊടുത്തേരെ, ഗാദിന് കൊടുത്തേരെ, ലേവിക്ക് കൊടുത്തേരെ എന്ന് പറഞ്ഞാൽ അപ്പോൾ സമ്മതിക്കുകയല്ല. അതൊക്കെ എനിക്കറിയാം. പക്ഷേ നീ ഒത്തിരി സഹിച്ചവനാണ്, നീ ഒത്തിരി നിലവിളിച്ചവനാണ്, നീ ഒത്തിരി തകർന്നവനാണ്, നീ ഒറ്റപ്പെട്ടവനാണ്. നിനക്ക് ഓഹരിയിൽ അപ്പുറം ചിലത് തരണമെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നതാണ്. അത് നിനക്കുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. ഇതാ ദൈവത്തിന്റെ പദ്ധതി. പരിശുദ്ധാത്മാവ് ഇന്ന് പകരക്കാലം ആവർത്തിച്ചെന്നെ രാവിലെ മുതൽ ഓർപ്പിച്ച കാര്യം, ഈ മാർഗത്തിനകത്ത് ജീവിതത്തിനാണ് വില. കരമടിക്കുന്ന കൂടെ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടെ. ഈ ആത്മീക മാർഗത്തിനകത്ത്, സ്തോത്രം, ഹല്ലേലൂയ, ജീവിതത്തിന് പ്രശ്നങ്ങളുണ്ടാകും, കഷ്ടപ്പാടുണ്ടാകും, ഉത്തരം കിട്ടാത്ത ചോദ്യം ഉണ്ടാകും. പച്ച പരമാർത്ഥിയായി ജീവിച്ച ഈ ചെറുക്കനോട് എന്തിനത് കാണിച്ചെന്ന് ചോദിച്ചാൽ ഇന്ന് വരെ നമുക്ക് അറിയില്ല.
ഇതൊക്കെ ദൈവം അനുവദിക്കുമ്പോൾ ചോദ്യം ചെയ്യാതെ ദൈവസന്നിധിയിൽ നിന്നാൽ ഈ മാർഗത്തിലെ പ്രതിഫലം മുഴുവൻ സ്തോത്രം വോട്ട് പിടിച്ചും സമരം ചെയ്ത് മേടിക്കുന്നതല്ല, ഇത് ജീവിച്ചു നേടുന്നതാണ്. 10-17 കൊല്ലം ജീവിച്ചു നേടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിക്കാൻ ആര് തയ്യാറാകുന്നു അവർക്ക് ഓഹരിക്കും മീതെ എന്തോ ദൈവം ഇന്ന് പകരക്കാലം യേശുവിന്റെ നാമത്തിൽ ഈ ഭാഗത്ത് ഓർപ്പിക്കുകയാണ്. നിനക്കും നിന്റെ പിള്ളേർക്കും ഓഹരിയല്ല, അതിനപ്പുറം എന്തോ ഉണ്ട്. Glory to Jesus. അതെങ്ങനെ നേടാം? അത് സോപ്പിട്ടാ കിട്ടത്തില്ല, സ്വോത്രം പറഞ്ഞാലും കിട്ടത്തില്ല, അത് ദശാംശം കൊടുത്താലും കിട്ടും. ജീവിക്കണം. കഷ്ടങ്ങളുടെ നടുവിൽ, നിന്നയുടെ നടുവിൽ, നീ വീട്ടിൽ ഒറ്റയ്ക്കാണെങ്കിലും ഒറ്റപ്പെട്ട് സ്വോത്രം നിനക്കെതിരെ കള്ള കേസുകൾ ഉണ്ടാക്കുമ്പോൾ, എല്ലാരും നിന്നെ വാരി പിടിച്ചു കുഴിയിലിടുമ്പോൾ, അവിടെ ഒന്ന് ഉരുടക്കുപ്പേരി പോലെ മറുപടി പറയാതെ തിരുകൃപയിൽ നിന്നാൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, അപ്പൻ സ്വർഗത്തിലെ അപ്പൻ ഇതെല്ലാം കാണുന്നുണ്ട്. അവൻ ഒരു ദിവസം നിന്നെ വന്ന് കാണും, നിന്നെ വന്ന് കാണും. അന്ന് അവൻ പറയും, നിന്റെ സഹോദരന്മാരുടെ ഓഹരിക്കപ്പുറം ഞാൻ നിനക്ക് വേണ്ടി വെട്ടിപ്പിടിച്ചു വെച്ചിരിക്കുന്നതുണ്ട്. ജീസസ്, ഹല്ലേലൂയ. ഉഡാരാബ ശഖനാദ രക്ഷസിയ. സ്തോത്ര, ഹല്ലേലൂയ. ഇതാണ് യാക്കോബ് യോസേപ്പിന് കൊടുത്ത മലഞ്ചരിവ്. ആ പ്രദേശത്താണ് ശമരിയാക്കാർ കൈയടക്കി വെച്ചിട്ട് ഇപ്പോൾ ഈ സഹോദരി ഒരു കിണറിൽ വെള്ളം കോരാൻ അവൾ പറയുന്നുണ്ട്, ഞങ്ങളുടെ പിതാവായ യാക്കോബ് തന്ന കിണറാണിത്. അദ്ദേഹം കുഴിച്ച കിണറാണ്. അത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഈ ഉൽപ്പത്തിയിലെ 1-2 കാര്യം കൂടെ അവിടുത്തെ കാര്യങ്ങൾ ചിന്തിക്കാം. ഹല്ലേലൂയ. വളരെ ഹൃദയസ്പർശമായ ഒരു വലിയ നോവലിന്റെ അവസാന പേജുകൾ പോലെ, ഒരു വലിയ എന്താ പറയുക, ഒരു വലിയ നാടകത്തിന്റെ അവസാന രംഗം പോലെയാണ് ആ 48-ാമത്തെ അധ്യായം. കാരണം യാക്കോബ് എന്ന വയോധികനായിരിക്കുന്ന മനുഷ്യൻ കണ്ണുമങ്ങി കാണുമെന്ന് വിചാരിച്ചില്ല, യോസേപ്പിനെ നേരിട്ട് പോയി കാണുകയാണ്. നിങ്ങൾ ആ രംഗം നിങ്ങളുടെ മനസ്സിനകത്തൊന്ന് കണ്ടു നോക്കി, കരഞ്ഞു പോകും. ഹല്ലേലൂയ. സ്തോത്രം. അത്രയ്ക്ക് സുന്ദരമായ ഭാഷയിൽ എഴുതാനും പറയാൻ അറിയാവുന്ന ഒരാളാണ് പറയുന്നതെങ്കിൽ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. സ്തോത്രം, ഹല്ലേലൂയ. അത്രയ്ക്ക് ശക്തമായിരിക്കുന്ന ഒരു രംഗമാണത്. സ്തോത്രം. യാക്കോബിനെ കുറിച്ചൊക്കെ നമ്മുടെ ക്രൈസ്തവ ലോകത്ത് നല്ല എഴുത്തുകാർ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലൊരു പുസ്തകമുണ്ട്, പാരിൻ പരദേശി യാക്കോബ്, അല്ലേ? പക്ഷേ ഒരു നല്ല എഴുത്തുകാരാണ് അദ്ദേഹം. അമേരിക്കയിൽ ജീവിക്കുന്ന മലയാളിയാണ്, നല്ലൊരു എഴുത്തുകാരൻ. അദ്ദേഹത്തിൻ്റെ പുസ്തകമുണ്ട്. പുസ്തക വായന ശീലം ഇല്ലാത്തവരോട് പറഞ്ഞിട്ട് കഥയില്ല, പിന്നെ ഒരു കൊതി കൊണ്ട് ഞാൻ പറയുകയാണ്. സ്തോത്രം. ആ പുസ്തകത്തിനകത്ത് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്ന ഭാഷ ആര് വായിച്ചാലും കരഞ്ഞു പോവും. അത്രയ്ക്ക് സുന്ദരമായിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. സ്തോത്രം. കിട്ടാനുള്ള പുസ്തകമല്ല, ഇവിടെ ജിപ്പാസയിലുണ്ടെന്ന് തോന്നുന്ന പുസ്തകം. സ്തോത്രം. ആരെങ്കിലും ഒരു ദിവസം തരൂ. ഓക്കെ, ഏറ്റു. നിങ്ങളെ സഹായിക്കാന്ന് ഓർത്തപ്പോൾ അദ്ദേഹം കയറി പറഞ്ഞു, വേണ്ട, വെറുതെ പറയണ്ട, തരികയില്ല. കാരണം പുസ്തകത്തിന് പ്രശ്നം കൊടുത്താൽ പിന്നെ തിരിച്ചു കിട്ടിയാൽ, കാരണം ആ പുസ്തകമൊന്നും കിട്ടാനില്ല. പക്ഷെ ഞാനത് വായിച്ചിട്ടുണ്ട്, വായിച്ച് ഞാൻ ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് ഹൃദയസ്പർശമാണ് ആ രംഗം. കാരണം ഇനി കാണില്ലെന്ന് വിചാരിച്ച യോസേപ്പ് ജീവിച്ചിരിക്കുന്നു എന്നറിഞ്ഞ് അപ്പൻ യാക്കോബ് വയോധികനായിരിക്കുമ്പോൾ മോൻ അയച്ച രഥത്തിൽ ചെല്ലുകയാണ്. ചെന്ന് കണ്ടത് എങ്ങനെയാണെന്നറിയാമോ? സ്തോത്രം. ഞാൻ എപ്പോഴും പറയും, കാണാതെ പോയ മോനെ ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് കണ്ടു കിട്ടുമ്പോൾ, ഏതെങ്കിലും ഹോട്ടലിൻ്റെ പുറകിൽ പാത്രം കഴുകിയോ ഏതെങ്കിലും വീട്ടിൽ മുറ്റം തൂത്ത് നിൽക്കുന്നവനായിട്ടല്ല, ഒരു രാജ്യത്തിൻ്റെ രാജാവിനേക്കാൾ വലിയവനായി കണ്ടു. അധികം അപ്പന്മാർക്ക് അങ്ങനെ ഭാഗ്യം കിട്ടാറില്ല. ഞാനിവിടെ ഇരിക്കുന്ന എല്ലാ അപ്പനമ്മമാരോട് പറയാം, കാണുവാണെങ്കിൽ മക്കളെ അങ്ങനെ കാണാനിടയാകണം. സ്തോത്രം. കാലങ്ങൾ കഴിഞ്ഞു വരുമ്പോൾ നിങ്ങളുടെ സന്തതിയെ കാണുമ്പോൾ യാക്കോബ് യോസേപ്പിനെ കണ്ടതുപോലെ കാണാൻ സ്തോത്രം ഇടയാകണം. കണ്ടപ്പോൾ കരഞ്ഞോണ്ട് ആ മനുഷ്യൻ പറയുകയാണ്, മോനെ, നിന്നെ ഞാൻ കാണുമെന്ന് വിചാരിച്ചതല്ല. ഇപ്പൊ നല്ല മിടുക്കൻ 2 പിള്ളേര് സ്തോത്രം അതിലെ ഓടിച്ചാടി നടക്കുന്നു. ചോദിച്ചു, അദ്ദേഹത്തിന്റെ കണ്ണ് നന്നായിട്ട് കാണുന്നില്ല, ഇതാരാന്ന് ചോദിച്ചു. പറഞ്ഞു, എനിക്കിവിടെ വെച്ച് ദൈവം തന്ന മക്കളാന്ന് പറഞ്ഞു. മക്കളാന്ന് പറഞ്ഞപ്പോൾ, അയ്യോ നിന്റെ മക്കളാണെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞു. അടുപ്പിച്ചപ്പോൾ മുഴങ്കാലുകൾക്കിടയിലേക്ക് 2 മക്കളെ നിങ്ങളുടെ മനസ്സിൽ കണ്ടേ, 2 ആൺപിള്ളേരെ സ്തോത്രം യാക്കോബിന്റെ 2 കാലുകൾക്കിടയിലേക്ക് യോസേപ്പ് കൊണ്ട് നിർത്തിക്കൊടുത്തു. സ്തോത്രം. എന്നിട്ട് കരഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞു, സ്തോത്രം, നിന്നെ കാണുമെന്ന് വിചാരിച്ചതല്ല, നിന്റെ മക്കളെയും കൂടി കാണാൻ എനിക്ക് ദൈവം ആയുസ് തന്നല്ലോടാ.
സ്തോത്ര, ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് ദൂത് പറയാം. എനിക്ക് അവിടെ എല്ലാം പരിശുദ്ധാത്മാവ്, യാക്കോബിന്റെ വീട്ടിലെ കഥ പറഞ്ഞിട്ട് ഈ വെള്ളിയാഴ്ച വെയിലത്ത് നിങ്ങൾ ഇരുത്തിയിട്ട് കഥയില്ലല്ലോ. ഞാൻ നിങ്ങളോട് പറയാം, കാണത്തില്ലെന്ന് വിചാരിച്ച പലതും എൻ്റെ ദൈവം കാണിക്കാൻ സമ്മതിക്കുന്നവനാണ്. നിങ്ങൾ വിചാരിച്ചു കാണും നിങ്ങളുടെ പിള്ളേരുടെ നന്മ കാണില്ല, സ്തോത്രം, നിങ്ങളുടെ കുഞ്ഞിൻ്റെ കല്യാണം കാണില്ല, അവൾ സ്നാനപ്പെടുന്നത് കാണാനൊക്കത്തില്ല, സ്തോത്രം, തട്ടിപ്പറച്ചെടുക്കുന്ന ശക്തികളെ ചുറ്റുമൊന്നുമല്ല. നിങ്ങൾ യാക്കോബിനെ പോലെ ഉള്ളുരുകി കരഞ്ഞാൽ ഒരു ദിവസം നിങ്ങൾക്കും പറയാൻ പറ്റും, ഇസ്രായേലിൽ പോയി കൊട്ടാരത്തിലൊന്നുമല്ല, ചിലപ്പോൾ അവിടെ സ്നാനക്കുളത്തിലേക്ക് ഇറങ്ങുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, വിശുദ്ധന്മാരുടെ കൂടെ നിൽക്കുന്നത്, ശുശ്രൂഷകന്മാരുടെ നിരയിൽ നിൽക്കുന്നത്, ആത്മാവിൽ ആരാധിക്കുന്നത്, അതൊക്കെ ചെന്ന് കാണാൻ, ഹല്ലേലൂയ. ഞാൻ ഈ വിദേശത്തൊക്കെ പോകുമ്പോൾ, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലും പടിഞ്ഞാറൻ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ പലരെക്കുറിച്ച് ഇവിടെ വെച്ച് അവർ മുൻനിരയൊന്നും ആയിരിക്കുകയല്ല, പക്ഷേ പിള്ളേരൊക്കെ അവിടെ ചെന്ന് കഴിയുമ്പോൾ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് മാറും. വളരെ ചുരുക്കം പിള്ളേർ മാത്രമാണ് അങ്ങനെ പെട്ടുപിഴച്ചു പോകുന്നുള്ളൂ. ബാക്കി കൂടുതലും പിള്ളേരെല്ലാം അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവിടുത്തെ ഒരു സെറ്റപ്പ് അതാണ്, സ്തോത്രം. അതുകൊണ്ട് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ ചർച്ച വെക്കാട്ടോ അധികം ഇൻവോൾവ് ആയി കഴിയുമ്പോഴത്തേക്കും അവരവിടുത്തെ ആളായി മാറും. അങ്ങനെ ആളായി മാറി കഴിയുമ്പോഴത്തേക്കും സഭയുമായിട്ട് ബന്ധപ്പെട്ട, സ്തോത്രം, നിശ്ചയമായിട്ട് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം, അവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിയുമ്പോൾ ആ ഒരു നിയന്ത്രണത്തിനകത്ത് പോയി കഴിയുമ്പോൾ അവരിതിനകത്തൊക്കെ ഇൻവോൾവ് ആയിക്കോളും. അങ്ങനെ ഒത്തിരി പേര് അനുഗ്രഹിക്കപ്പെട്ടു. ഇവിടെ നിന്ന് അപ്പനും അമ്മയൊക്കെ ഒരിക്കൽ പോലും എയർപോർട്ട് പോലും കാണാൻ ഭാഗ്യം ഉണ്ടാകുമെന്ന് വിചാരിക്കും കൂട്ടും പിടിച്ചോണ്ട് നേരെ അവിടെ ചെന്നിറങ്ങി കഴിയുമ്പോഴത്തേക്കും ഞായറാഴ്ച അവൻ ഇവിടെ സണ്ടക്കൂടി പോലും പോകാത്തവൻ അവിടെ അവനായിരിക്കും ചിലപ്പോൾ സങ്കീർത്തനം വായിച്ച് പ്രബോധിപ്പിക്കുന്നത്. എത്ര അപ്പന്മാര് ഹൃദയം പൊട്ടി അമ്മമാര് കരയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അങ്ങനെയൊന്നും വരുമെന്ന് വിചാരിച്ചതല്ല. ഇവിടെ ഒരു വാക്യം, ബൈബിൾ പോലും കുടുംബ പ്രാർത്ഥനയെ വായിക്കുമ്പോൾ നേരാഞ്ച് പോയി വായിക്കാൻ അറിയാത്തവനെയൊക്കെ ദൈവം ഇവിടെ നിന്ന് ഓടിച്ച് അവിടെ കൊണ്ടുപോയിട്ട്, സ്തോത്രം, കൊച്ചു കൊച്ചു സഭകൾക്കകത്ത് ബൈബിൾ പ്രസംഗിക്കുന്നവനാക്കി മാറ്റി. ഞാൻ കൊട്ടാരത്തിൽ കിടക്കുന്ന യോസേപ്പിനെ മാത്രമല്ല, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവനെ കാണാൻ നിങ്ങളുടെ കണ്ണിന് ഭാഗ്യം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഇവിടെ ഏറ്റവും രസകരവും വികാരനിർഭരവുമായിരിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് ആത്മാവിൽ പറയാം. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുക, ഞാൻ അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് വിളിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ അനുഗ്രഹിക്കുന്ന സമയത്ത് 16-ാമത്തെ വാക്യം മുതൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെ, എൻ്റെ സകല ദോഷങ്ങളിൽ നിന്നും വിടുവിച്ച ദൂതൻ ഈ കുട്ടികളെ അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പേരും എൻ്റെ പിതാവായ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും പേരും ഇവരിൽ നിൽക്കുമാറാകട്ടെ. അവർ ഭൂമിയിൽ കൂട്ടമായി വർദ്ധിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൻ വലങ്കൈ എഫ്രൈമിൻ്റെ തറയിൽ വെച്ചു. അങ്ങനെയല്ല, എൻ്റെ അപ്പ ഇവന് സമ്മതിക്കാതെ, എനിക്കറിയാം മകനെ, എനിക്കറിയാം, ഇവനും ഒരു വലിയ ജനമായി തീരും, ഇവനും വർദ്ധിക്കും, എങ്കിലും അനുജൻ അവനേക്കാൾ അധികം വർദ്ധിക്കും, അവൻ്റെ സന്തതി ജനസമൂഹമായി തീരുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അന്ന് അവരെ അനുഗ്രഹിച്ചു. ദൈവം നിന്നെ എഫ്രൈമിനെയും മനശ്ശെയും പോലെ ആക്കുമാറാകട്ടെ. ഇസ്രായേലിൽ നിന്റെ പേർ പെട്ടെന്ന് പറഞ്ഞ് നമുക്ക് യോഹന്നാനിലേക്ക് തിരിച്ചു പോകാം. സ്തോത്രം എഴുതിയിരിക്കുന്ന വാക്ക് കണ്ടോ? ഒന്നുണ്ട് കാര്യങ്ങളോട് പറയാം, നോക്കണേ. സ്തോത്രം. ഈ പിള്ളേരെ അനുഗ്രഹിക്കുക. ഇങ്ങനെ അനുഗ്രഹിക്കുന്ന സമയത്ത്, സ്തോത്രം, ഹല്ലേലൂയ, മനശ്ശെയുടെ തലയിലേക്ക് വലങ്കൈ വെക്കാൻ സ്തോത്രം യോസേപ്പ് ആഗ്രഹിച്ചു. അവനാണ് മൂത്തത്. ഒരു പരമ്പരാഗത രീതിയുണ്ട്. അതുകൊണ്ട് ആദ്യജാതൻ അവനാണെന്നും പറഞ്ഞുകൊണ്ട് അവനെ വലത്തെ കൈയുടെ എടുത്ത് കൊണ്ട് നിർത്തി, ഇടത്തെ കൈയുടെ എടുത്ത് എഫ്രൈമിനെ, ഇളയവനെ കൊണ്ട് നിർത്തി. അപ്പോൾ യോസേപ്പിന് കണ്ണ് കാണാൻ വയ്യെങ്കിൽ ഇതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്നത് ദൈവശക്തിയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഞാൻ നിങ്ങളോട് പറയാം, നമ്മൾ ദൈവിക കൺട്രോളിലാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത പോലെ ദൈവം കാര്യങ്ങൾ നടത്തും. ഇപ്പൊ യാക്കോബ് ഇതൊന്നും നേരത്തെ പെട്ടെന്ന് കണ്ട പിള്ളേരല്ലേ. നിങ്ങൾ അവിടെ ചിന്താ മതി, ഇന്ന് ആരടാ മൂത്തവൻ, ആരടാ ഇളയവെന്നൊക്കെ യാക്കോബ് ചോദിച്ചോ? കണ്ടാൽ ചിലപ്പോൾ ശ്രോത്രന് 2-3 വർഷത്തിന്റെ വ്യത്യാസമുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റിയേക്കാം. പക്ഷെ ഇതൊന്നും മനസ്സിൽ പ്ലാൻ ചെയ്തുകൊണ്ടല്ല. അവിടെ വന്നപ്പോൾ പരിശുദ്ധാത്മാവാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരു വാക്കുണ്ട്, സ്തോത്രം, ഹല്ലേലൂയ, എഫ്രൈമിന്റെ തലയിലേക്ക് ഇവരെങ്ങനെ നിർത്തിയിരിക്കുക രണ്ടുപേരെ. അപ്പോൾ സ്തോത്രം, യാക്കോബ് കൈ ഇങ്ങനെ പിണച്ചു വെച്ച് വലങ്കൈ എഫ്രൈമിന്റെ തലയിലേക്ക് വന്നു. യാക്കോബ് പറഞ്ഞപ്പോൾ അവിടെ ഇരിക്കുന്ന വാക്കുണ്ട്, യോസേപ്പിന് അനിഷ്ടമായി. ഞാൻ ആ വാക്ക് മാത്രം ഒന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോ